മദീന ഹൈവേയിലെ അപകടത്തിൽ മരണം 5ആയി. ചികിത്സയിൽ കഴിയുന്ന 9-കാരിയായ ഹാദിയ ഫാത്തിമയാണ് മരിച്ചത്. മരിച്ച മലപ്പുറം വെള്ളില സ്വദേശി ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ഉമ്മ മൈമൂനത്ത് എന്നിവരുടെ മൃതദേഹം ഇന്ന് കബറടക്കിയിരുന്നു. അപകടത്തിൽ പരുക്കേറ്റ മറ്റൊരു മകൾ ആയിഷ ചികിത്സയിൽ തുടരുകയാണ്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട്. അഫ്താബ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? വർഷ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മദീന ജിദ്ദ ഹൈവേയിൽ വെച്ച് മലപ്പുറം വെള്ളില സ്വദേശിയായ ജലീലും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും 4 പേർ മരിക്കുകയും ചെയ്തത്. ഈ അപകടത്തിൽ ജലീലിന് പുറമെ ഭാര്യ തസ്ന, മകൻ ആദിൽ, അതോടൊപ്പം തന്നെ ജലീലിന്റെ ഉമ്മ മൈമൂനത്ത് എന്നിവർ മരണപ്പെട്ടിരുന്നു. അവരുടെ ഖബറടക്കം ഇന്ന് പുലർച്ചെയാണ് മദീനയിലെ ബക്കി ഖബർസ്ഥാനിൽ വെച്ച് ഖബറടക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പം മുമ്പ് ചികിത്സയിലായിരുന്ന മറ്റൊരു മകൾ ഹാദിയ ഫാത്തിമ മരണപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് 9 വയസ്സായിരുന്നു. ഈ അപകടം സംഭവിച്ച മുതൽ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഹാദിയ ഫാത്തിമ ഉണ്ടായിരുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ഏതാണ്ട് 12 മണിക്കൂറിലേറെ നീണ്ട വിവിധ വിഭാഗങ്ങളുടെ സർജറി നടത്തിയതിനു ശേഷവും കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പ് മരണം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി ഈ മദീന അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 5ആയി മാറിയിട്ടുണ്ട്. അപകടത്തിൽ മറ്റൊരു മകൾ മാത്രമാണ് ഇപ്പോൾ ഇനി ചികിത്സയിൽ ബാക്കിയുള്ളത്. അത് ആയിഷ എന്ന് പറയുന്ന ഹാദിയ ഫാത്തിമയുടെ മറ്റൊരു സഹോദരിയാണ്. ഈ കുട്ടിയുടെ സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്. ഒരു പക്ഷേ ചികിത്സ പൂർത്തിയാക്കിയാൽ ഇവരെ ആശുപത്രിയിൽ നിന്ന് മാറ്റാനാകും. അപകടത്തിൽപ്പെട്ട മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഈ കുട്ടി നേരത്തെ തന്നെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. മൊത്തം 7 മക്കളാണ് ജലീലിനുണ്ടായിരുന്നത്. അതിൽ 3 മക്കൾ നാട്ടിൽ നിന്നും എത്തുകയും ഇവരോടൊപ്പം ഈ ഖബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ട് മദീനയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മറ്റൊരു കുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. വർഷം.